മെൻസ് T20 വേൾഡ് കപ്പ് അതിന്റെ ഗ്രൂപ്പ് സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ആവേശകരമായ സൂപ്പർ 8 പോരാട്ടങ്ങൾ തുടങ്ങും. അപ്പോ ഇതുവരെ ഗ്രൂപ്പ് സ്റ്റേജ് എങ്ങനെ പോയി, ഇനി സൂപ്പർ 8 എങ്ങനെ പോവും എന്ന് നമുക്കൊന്ന് നോക്കാം വിത്ത് പാഡി ഫീൽഡ് ക്രിക്കറ്റർ. സൂപ്പർ 8 പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും ചില വമ്പന്മാരുടെ പതനത്തെ പറ്റി ഒന്ന് സംസാരിക്കണം തോന്നുന്നു അല്ലെ? തീർച്ചയായും. ICC റാങ്കിങ്ങിൽ ടോപ്പ് 8 3 ടീമാണ് പുറത്തായിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ശ്രീലങ്ക. ഇവര് ഈ ടൂർണമെന്റിൽ അത്ര ഒരു മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ ഒരു മിക്സഡ് ഗെയിം നമ്മൾ കണ്ടത്. ഒരു കളി ഇപ്പം മഴ കാരണം പോയി, പിന്നെ അവരുടെ കളി അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷെ ആ ഒരു ടോപ്പ് 8 ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിന്റെ പെർഫോമൻസ് അല്ല നമ്മൾ കണ്ടത്. കമ്മിങ് ടു ന്യൂസിലൻഡ്, അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ഒരു അടി കിട്ടി. പിന്നെ ലാസ്റ്റ് ഒരു കോൺസലേഷൻ വിൻ ഓരോരെണ്ണം ഇപ്പൊ ജയിച്ചു. അവരുടെ ഒരു പൊട്ടൻഷ്യലില് കളിച്ചിട്ടില്ല. അതേപോലെ ശ്രീലങ്ക ആണെങ്കിൽ ആദ്യം തന്നെ സൗത്ത് ആഫ്രിക്ക ചവിട്ടി താഴ്ത്തി. അതിൽ നിന്ന് പിന്നെ എഴുന്നേറ്റിട്ടില്ല. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ടീമിനെ കുറിച്ചൊക്കെ. അപ്പം ഈ 3 ടീം ഡിസേർവിങ് അല്ല അടുത്ത റൗണ്ടിലോട്ട് പോവാൻ. അതുകൊണ്ട് അതിനുള്ള ഗെയിം കളിച്ചില്ല. അൺലക്കി എന്ന് പറയാനില്ല. ഇപ്പൊ നമ്മള് ഗുഡ് ടീംസ് ഇപ്പോ ക്ലോസ് ഗെയിംസിൽ ലൂസ് ചെയ്ത് പോവാ, അങ്ങനെ പറയാനുള്ള ഒരു സ്കോപ്പ് പോലും ഒരു 3 ടീം തന്നിട്ടില്ല. ഇവരെ 3 പേരോടും കൂടെ എനിക്ക് തോന്നുന്നു അൺലക്കി എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു ടീം എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡ് ആയിരിക്കും. കാരണം സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള വ്യത്യാസം വെറും നെറ്റ് റൺ റേറ്റ് മാത്രമാണ്. പോയിന്റിന്റെ ബേസിൽ നോക്കുമ്പോൾ രണ്ടുപേർക്കും 5 പോയിന്റ് ആണ്. സ്കോട്ട്ലൻഡ് പ്ലേഡ് റിയലി ഗുഡ് ക്രിക്കറ്റ്, എസ്പെഷ്യലി പ്ലേയേഴ്സ് ലൈക്ക് ബ്രാൻഡൻ മെക്കലൻ വളരെ നല്ല ബാറ്റിംഗ് ആയിരുന്നു. റൈസിംഗ് സ്റ്റാർ ആണെന്ന് തോന്നുന്നു സ്കോട്ട്ലൻഡ്. ഇനി അങ്ങോട്ടുള്ള ടൂർണമെന്റ്സിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കോട്ട്ലൻഡ് വേറൊരു ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ചിലപ്പോൾ കയറി പറ്റിയാണ്. അതുപോലെ നമ്മൾ പറയേണ്ടതാണ് നേപ്പാൾ ക്രിക്കറ്റ് ടീം. എങ്ങനെയാണ് അവര് ഈ ടൂർണമെന്റ് അപ്രോച്ച് ചെയ്തത്, ഹൗ ദൈ ലെഫ്റ്റ് എ മാർക്ക് ഇൻ ദിസ് വേൾഡ് കപ്പ്. അതാണ് നമ്മൾ കണ്ടത്. ലാസ്റ്റ് ഗെയിം സൗത്ത് ആഫ്രിക്കയുടെ ഓൾമോസ്റ്റ് ഒരു ഹിസ്റ്റോറിക് വിൻ നേടിയെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ഹാർഡ് ലക്ക് ഫോർ ദം. പക്ഷേ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് അവരുടെ ഒരു അപ്രോച്ച് നമ്മളുണ്ട്. ആ ഇന്റന്റ്, എല്ലാ ഗെയിമിലുള്ള ഇന്റന്റ്. ഇനി ഒരു മാച്ചും കൂടെ ഉള്ളൂ, ബംഗ്ലാദേശുമായിട്ടുള്ള മാച്ച്. അതെനിക്ക് തോന്നുന്നത് ദേ വിൽ പുൾ എ വിൻ ദർ, ബട്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോ ഇത് മാത്രല്ല, ടീം മാത്രല്ല, അവരുടെ ഫാൻസ്, ആ ഫാൻസിന്റെ ഒരു പാഷൻ നമ്മൾ കണ്ടു. ത്രൂ ഔട്ട് എല്ലാ സ്റ്റേഡിയമും പാക്ഡ് ആയിരുന്നു. ഇത് അവർ ക്വാളിഫൈ ചെയ്ത സമയത്ത് കണ്ടതാണ് എത്ര പാഷനാണ് അവരുടെ ഫാൻസ്. ഒരു അസോസിയേറ്റ് നേഷന്റെ ഫാൻ ബേസ് പോലെ ആയിരുന്നില്ല നേപ്പാളിന്റെ ഫാൻ ബേസ് എന്ന് തോന്നുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഇനി നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് വിട്ട് സൂപ്പർ 8 കിടക്കുമ്പോൾ നമുക്കൊന്ന് 2 ഗ്രൂപ്പുകളാണുള്ളത്. അതിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് ടീം ഒബ്വിയസ്ലി ഇന്ത്യക്ക് യെറ്റ് അനദർ ICC ടൂർണമെന്റ്സ് ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ച എല്ലാ കളിയും ജയിക്കുന്നു. പാകിസ്ഥാനോട് കുറച്ച് ടൈറ്റ് ആവുന്നു, പക്ഷെ എന്നാലും തിരിച്ചു പിടിക്കുന്നു. പിന്നെ US കളി കുറച്ച് ടൈറ്റായി. പിന്നെ നമ്മുടെ കോടീശ്വരം പരിപാടിയിലൊക്കെ കാണുന്ന പോലെ ലൈഫ് ലൈൻ യൂസ് ചെയ്യാമല്ലോ, അതുപോലെയാണ് ലൈഫ് ലൈൻ പോലെയാണ് 5 റൺ പെനാൽറ്റി പെട്ടെന്ന് അങ്ങ് കിട്ടിയത്. ഇനി വേറെ ലൈഫ് ലൈൻസ് കണ്ടുപിടിക്കേണ്ടി വരും സൂപ്പർ 8 ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ. അങ്ങനെ ലൈഫ് ലൈൻ ഒക്കെ കിട്ടി ഇന്ത്യ സൂപ്പർ 8 എത്തിയിരിക്കുകയാണ്. പിന്നെ ഓസ്ട്രേലിയ, ഗ്രൂപ്പ് ബി എന്ന് വരുന്നത് ഓസ്ട്രേലിയ കംപ്ലീറ്റ് ഡോമിനേഷനാണ്. യാതൊരു രീതിയിലുള്ള ഒരു ഹിക്കപ്പ് ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. ഇംഗ്ലണ്ടിനെയൊക്കെ ചുമ്മാ തവിടുകൂടിയാക്കി മുന്നേറി. ഈവൻ ലാസ്റ്റ് സ്കോട്ട്ലൻഡ് ഒന്ന് ടൈറ്റ് ആക്കി എന്ന് വിചാരിച്ചപ്പോഴും സ്റ്റോയിനിസ് വാസ് ലൈക്ക് ദിസ് ഇസ് ജസ്റ്റ് അനദർ ഡേ ഫോർ മീ. ചുമ്മാ വന്ന് അടിച്ചിട്ട് അവസാനം ദേ വോൺ വിത്ത് 7 balls or something like that left. ഓസ്ട്രേലിയ ഇസ് ഡേഞ്ചറസ്, ക്ലിയർലി ഡേഞ്ചറസ്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ആ ഗ്രൂപ്പിൽ ഏറ്റവും ടൈറ്റ് വരാൻ പോകുന്നത് ഓസ്ട്രേലിയയോടുള്ള ഗെയിം തന്നെയായിരിക്കും. 3-ാം സ്ഥാനത്തിൽ വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ഈസ് നോ ലോങ്ങർ ഒരു ICC ടൂർണമെന്റിൽ ഒരു വമ്പൻ ടീമിനെ തോപ്പിച്ചിട്ട് പോകുന്ന ഒരു സർപ്രൈസ് വന്നിട്ട് പോകുന്ന ഒരു ചെറിയ ടീമല്ല അഫ്ഗാനിസ്ഥാൻ ഈസ് കൺസിസ്റ്റന്റ്ലി പ്ലേയിങ് ഗുഡ് ക്രിക്കറ്റ്. അതും ഡേഞ്ചറസ് ആണ് ഇൻ എ വേ. ആൻഡ് ഫൈനൽ സ്പോട്ടിലേക്ക് ഐദർ ബംഗ്ലാദേശ് ഓർ നെതർലൻഡ്സ്. ബട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ബംഗ്ലാദേശ് ആയാലും നെതർലൻഡ്സ് ആയാലും ഐ ഡോണ്ട് സീ മച്ച് ഡിഫറൻസ്. രണ്ടുപേരും അങ്ങനെ ഒരു ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് സൂപ്പർ 8 കൊണ്ടുവരുന്നു തോന്നുന്നില്ല ഇതുവരെയുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ കളികൾ കണ്ടിട്ട്. പക്ഷെ വി ക്യാൻ നെവർ സേ, ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്.
ഗ്രൂപ്പ് 2 എനിക്കൊന്ന് കുറച്ചുകൂടി ടൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ശരിയാണ്, ഗ്രൂപ്പ് 2 കുറച്ച് ടൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. USA, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക. USA വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി അടുത്ത ലെവൽ 2 ചാലഞ്ച് ആണ് അവർക്ക്, അത് നമ്മൾ എങ്ങനെ കണ്ടറിയാം. പിന്നെ വെസ്റ്റ് ഇൻഡീസ് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള 3 മാച്ചസ് ആയിരുന്നു. ഇനി ഒരു മാച്ചും കൂടെ ഉണ്ട് അഫ്ഗാനിസ്ഥാൻ ആയിട്ടുള്ള, ഒരു ചലഞ്ച് അവർ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വളരെ കൺവിൻസിങ് ആയിരുന്നു. പിന്നെ കമ്മിങ് ടു ഇംഗ്ലണ്ട് എങ്ങനെയൊക്കെയോ കയറി വന്നു, കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ ഒരു ഓസ്ട്രേലിയ ആയിട്ട് തോറ്റു. പക്ഷെ ബാക്കി 2 ചെറിയ ടീമായിട്ടുള്ള കൂടെ ജയിച്ചു. പിന്നെ ഒരു ക്രൂഷ്യൽ മാച്ചായ സ്കോട്ട്ലൻഡ് മഴ പെയ്ത് പോയി. അപ്പൊ അവരുടെ ഒരു എന്താണ് വാട്ട് ദേ ആർ മെയ്ഡ് ഓഫ് അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഹോപ്പ്ഫുള്ളി റെയിൻ ഒന്നും ഇല്ലാത്തുള്ള മാച്ചസിലൂടെ അടുത്ത് കടന്നു പോട്ടെ അവര്. അപ്പോ അവര് അങ്ങനെ വന്നു. അടുത്ത ലാസ്റ്റ് ടീം സൗത്ത് ആഫ്രിക്ക, ദ ചോക്കേഴ്സ്. ഇതുവരെ ലേറ്റർ പാർട്ട് ഓഫ് ദ ജയില് അതുവരെ വൺ ഡോമിനേറ്റ്, ആദ്യം തൊട്ടേ ഫുൾ ഡോമിനേറ്റ് ആയിട്ട് കളിച്ചിട്ട് അവസാനം ചോക്ക് ചെയ്യുന്ന ടീമാണ്. ഇപ്പൊ ആദ്യം തൊട്ടേ ചോക്ക് ചെയ്ത് വരുന്നു. അതൊരു ഡേഞ്ചർ കാണുന്നുണ്ട് നമ്മള്. എല്ലാം കണ്ടവര് എല്ലാ കളിയും വളരെ ക്ലോസ് ഗെയിമാണ്. അറ്റ്ലീസ്റ്റ് ഒരു മാച്ച് മാത്രമേ ഉള്ളൂ, ശ്രീലങ്ക ആയിട്ടുള്ള ഫസ്റ്റ് മാച്ച് അവരുടെ ഡോമിനൻസ് നമ്മൾ കണ്ടുള്ളൂ. ശരിയാ. സൗത്ത് ആഫ്രിക്കന്റെ ടോപ്പ് ഓർഡേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഡീകോക്ക്, ഹെൻഡ്രിക്സ്, മാർക്രം ആയിരിക്കും റണ്ണില്ല. മിഡിൽ ഓർഡർ ഒക്കെയാണ് കഷ്ടപ്പെട്ട്, മില്ലറും ക്ലാസിനൊക്കെയാണ് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ അവരൊരു സ്കോർ എടുത്തിട്ടില്ല. അവര് ടീം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചേസിങ് എല്ലാം മൊത്തത്തിൽ ഇതായി. ബോളേഴ്സ് ആണ് അവരെ രക്ഷിക്കുന്നത് എല്ലാ കളിയിലും. ഓക്കെ, നമ്മള് ലാസ്റ്റ് ടോപ്പിക് ഫോർ ദ ഡേ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ആണ്. അതായത് ഈ T20 വേൾഡ് കപ്പ്, മെൻസ് T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് എന്ന ഗെയിമിനെ എത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്യുന്നു. ഫോർ ഷുവർ ഇതൊരു പുതിയ കൺട്രിയിൽ വെച്ച് നടത്തി. അപ്പം കുറച്ചുകൂടെ ഫാൻ ബേസ്, ആൻഡ് USA കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് ആ ഒരു ഫാൻ ബേസ് കൂടിയിട്ടുണ്ടാവും ചിലപ്പം ക്രിക്കറ്റിൽ. അതല്ലാതെ നോക്കുമ്പോൾ വേൾഡ് കപ്പ് വിന്നേഴ്സ്, ചാമ്പ്യൻസ് ഓഫ് 2024 മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് ടീം. കാരണം T20ന്റെ സ്പെഷ്യാലിറ്റി തന്നെ അതാണല്ലോ. ഇപ്പം 2020 എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം നോക്കുകയാണെങ്കിൽ, ഒന്ന് അതൊരു ഷോർട്ടർ ഫോമാറ്റ് ആണ്. 3 മണിക്കൂർ 4 മണിക്കൂറിൽ കളി കഴിയും. പക്ഷെ നമ്പർ 2 ഐ തിങ്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2 ഇസ് അൺപ്രഡിക്റ്റബിലിറ്റി. ഏതൊരു ദിവസം വേണമെങ്കിലും ഏതൊരു ലോവർ റാങ്ക്ഡ് ടീമിന് ഹയർ റാങ്കിന്റെ ടീമിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി 2020ന്റെ പോപ്പുലാരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ IPL എടുത്ത് നോക്കുകയാണെങ്കിൽ 14 ഗെയിംസ് ആണ് ഒരു ടീം കളിക്കുന്നത് ഒരു സീസണിൽ. 13 കളി കഴിഞ്ഞതിന് ശേഷം ഒരു 10-11 കളി തോറ്റ ഒരു ടീം വേണമെങ്കിൽ ടേബിൾ ടോപ്പേഴ്സിനെ അവസാനത്തെ കളിയിൽ വീഴ്ത്താം. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഈസ് ഓൾവേസ് ആൻ അഡ്വാൻറ്റേജ് കൈൻഡ് ഓഫ്. പക്ഷെ അതിന് കാരണം അതിന്റെ ഷോർട്ടർ ഫോമാറ്റ് ആണ്. ഇപ്പോൾ ഒരു ഗെയിം, അത് ഏത് ഗെയിം എടുത്താലും, അത് ക്രിക്കറ്റ് മാത്രമാണെന്നില്ല, ഏത് ഗെയിം എടുക്കുകയാണെങ്കിലും അത് എത്രത്തോളം ഷോർട്ട് ആവുന്നോ അത്രത്തോളം അൺപ്രഡിക്റ്റബിലിറ്റി കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിലെ ബെസ്റ്റ് എക്സ്പേർട്സ് ഒക്കെ പറയുന്ന പോലെ ബെസ്റ്റ് ഫോം ഓഫ് ക്രിക്കറ്റ് ഈസ് ഓൾവേസ് ടെസ്റ്റ് ക്രിക്കറ്റ്. ടെസ്റ്റ് 5 ദിവസം കളിക്കുന്നതാണ്. അപ്പം അതിൽ അൺപ്രഡിക്റ്റബിലിറ്റി വളരെ കുറവാണ്. കാരണം ഒരു നല്ല ടീമിനെ ഒരു മോശം ടീം തോൽപ്പിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം 5 ദിവസത്തെ സ്പാനിൽ കളിക്കുന്ന ഒരു ഗെയിമിന് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഈ 2020 ഈ വേൾഡ് കപ്പ് പോകുന്ന ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഓൾറെഡി ഉണ്ട്. അതിന്റെ മേലേക്കാണ് ഈ വർഷത്തെ T20 മഴ വരുന്നത്. നമുക്ക് ഓൾറെഡി ഒരുപാട് മാച്ചസ് വാഷ് ഔട്ടായി. ഫ്ലോറിഡയിലെ അവസാനത്തെ 3 കളികളും വാഷ് ഔട്ടാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിലെ ഡിസൈഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും 5 points ഈച്ചാണ്. നെറ്റ് റൺ റേറ്റ് കാരണമാണ് ഇംഗ്ലണ്ട് കയറാൻ പോകുന്നത്. പക്ഷെ അവര് തമ്മിലുള്ള കളി, ഇംഗ്ലണ്ട് വേഴ്സസ് സ്കോട്ട്ലൻഡ്, വിച്ച് വുഡ് ഹാവ് ബീൻ എ ക്രൂഷ്യൽ ഗെയിം, വാഷ് ഔട്ട് ആയിപ്പോയി. അപ്പോ why does ICC pick a country in this climate? ക്ലൈമറ്റ് ആലോചിച്ചിട്ട് ഒരു നല്ല ഹോസ്റ്റ് നേഷനെ ആലോചിക്കുക എന്നുള്ളത് അത്ര പാടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പൊ നീ പറഞ്ഞ റെയിൻ്റെ കാര്യമുണ്ടല്ലോ, ഇത് കാരണം കുറെ കാര്യങ്ങൾ മാറിയാണ്. ടൂർണമെന്റ് ഡൈനാമിക്സ് തന്നെ മാറുകയാണ്. ഇപ്പം അടുത്ത് പാകിസ്ഥാൻ അയർലൻഡ് മാച്ച് ഉണ്ട്, ഫൈനൽ മാച്ച്.
ദാറ്റ് മൈറ്റ് ബി എ ഡിസൈഡിങ് ഗെയിം ഇഫ് അതിന് മുന്നത്തെ USA അയർലൻഡ് ജയിക്കുകയായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരു നേരിയ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അതാണ് ആ ഒരു ഓൾറെഡി ഒരു എന്താ പറയാ എല്ലാ രീതിയിലും വളരെ മികച്ചതായി പോയിക്കൊണ്ട് ടൂർണമെന്റ് അടുത്തൊരു ലെവലിലോട്ട്, അതായത് കുറച്ചും കൂടെ അതിനൊരു ഇത് കൂട്ടാനുള്ള ഇത് കുറച്ച് കളയാണ് ഈ റെയിൻ കാരണം. ക്രിക്കറ്റില് വെറ്റ് ഔട്ട്ഫീൽഡ് ആണെങ്കിലും കളിക്കാൻ പറ്റില്ല, അത് ഒബ്വിയസ്ലി അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ വെറ്റ് ഔട്ട്ഫീൽഡ് ആവാതിരിക്കാനുള്ള ലൊക്കേഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതൊരു പോസിബിലിറ്റി ആയിരുന്നു. അത് യൂസ് ചെയ്യുന്നില്ല ICC, ഐ ഡോണ്ട് നോ വൈ. പക്ഷെ അത് ഇമ്പ്രൂവ് ആയതാണെങ്കിൽ കുറച്ചുകൂടെ ആസ് എൻ ഓഡിയൻസ്, ആസ് എ ഗെയിം, ആസ് എ ടൂർണമെന്റ് ഇതിന് ഒരു അപ്ലിഫ്റ്റ്മെന്റ് കിട്ടിയാണ്. അത് കിട്ടിയില്ല. അത് ഇൻ ദ ഫ്യൂച്ചർ ഇമ്പ്രൂവ് ആവുമെന്ന് വിശ്വസിക്കാം. ഇനി നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ വന്ന Super 8 ആണ്. 12 മാച്ചസ് ഉണ്ട് 6 ദിവസത്തെ സ്പാനിൽ. മോർണിംഗ് 6 AM, നൈറ്റ് 8 PM Indian Standard Time. Enjoy. Let's see you in the next episode. Thank you.